ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനഃനാമത്തിന് നന്ദിയോടെ സ്തോത്രം. തീമോത്തിയോസിന് പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയതായ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് നമ്മുടെ ആധാര വാക്യം. 1 തീമോത്തിയോസ് 1:5. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം. ആത്യന്തികമായിട്ട് ദൈവസ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊരുൾ. ദൈവസ്നേഹം തിരിച്ചറിയുക, ദൈവസ്നേഹം അനുഭവിക്കുക. ദൈവസ്നേഹം അനുഭവിക്കണമെങ്കിൽ ഒരു ശുദ്ധ ഹൃദയം വേണം. ഹൃദയം ശുദ്ധമാകണം. നമ്മുടെ ആളത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ ഹൃദയം ശുദ്ധമാകണം. ഒരു ശുദ്ധ ഹൃദയം. അതുപോലെ നല്ല മനസാക്ഷി, കപടമില്ലാത്തത്, ഒന്നിനെയും സംശയിക്കാത്തത്, എല്ലാം തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുകയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നതാണ് നല്ല മനസാക്ഷി. അത് ദൈവസ്നേഹം അനുഭവിക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നിർവ്യാജമായ വിശ്വാസം. നിർവ്യാജമായ ഒരു വിശ്വാസം നാം ഒത്തിരി നാളുകളായിട്ട് ചിന്തിച്ചു വരുന്ന ഒരു വിഷയമാണത്. ആർഡൻറ്റ് ഫെയ്ത്ത്, നിർവ്യാജമായ ഒരു വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തു ആരെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. ഐ നോ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശുവിനെ എനിക്കറിയാം. വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് എനിക്ക് എൻ്റെ യേശുവുമായിട്ട്. ആ യേശു ആരെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ ഞാൻ വിശ്വസിക്കുന്നതായ ആ വ്യക്തി യേശുക്രിസ്തു, അവൻ ആരെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ആരാണെന്ന് എങ്ങനെ അറിയാം? അത് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിന് സ്തോത്രം. അവൻ കാലത്തെങ്കിൽ ഭൂമിയിലേക്ക് വന്ന് ഒരു കന്യകയുടെ ഉദരത്തിൽ ജനിച്ച് മറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായി അവനൊരു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. അവൻ കഷ്ടപ്പാടുകളേറ്റു, പങ്കപ്പാടുകളേറ്റു. അവൻ ക്രൂശിക്കപ്പെട്ടു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, അവൻ സ്വർഗത്തിലേക്ക് കരയേറി. തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനാണവൻ. വലിയ മഹത്വത്തോടെ ഇനിയും വരും. ഭൂമിയിൽ നിസാരനായി, ഒന്നുമില്ലാത്തവനായി, തലചായ്ക്കാൻ ഇടമില്ലാത്തവനായി ഭൂമിയിലേക്ക് ഒരു ബലഹീനനെ പോലെ വന്നു. പക്ഷേ ഇനി അവൻ വരും. അവൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല. ആ യേശു, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അനുഭവിക്കുന്നു. ഞാനും എൻ്റെ യേശുവും തമ്മിൽ സ്നേഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. പറയാൻ പറ്റുമോ? ഞാനും എൻ്റെ യേശുവും തമ്മിൽ സ്നേഹമാണ്. ഒരു മറയുമില്ല ഞങ്ങൾ തമ്മിൽ. എൻ്റെ ഹൃദയം മുഴുവൻ അവനറിയുന്നു. അവൻ്റെ സ്നേഹം എന്താണെന്ന് ഞാൻ രുചിച്ചറിയുന്നു. അപ്പൻ്റെ വാദം ഒത്തിക്കൊണ്ട് തൃപ്പാദത്തിലിരുന്ന് ഏങ്ങലടിച്ച് കരയുമ്പോൾ
എൻ്റെ അടുക്കിലേക്ക് കണ്ണുനീരൊപ്പിക്കൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വരുന്നതായ ദൈവസ്നേഹം, അവൻ്റെ ആടിപ്പാടുള്ള കരുവുമായി എന്നെ തലോടുന്നത്, എന്നെ ആശ്വസിപ്പിക്കുന്നത്, എൻ്റെ കണ്ണുനീരൊപ്പുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ കൂടെ യേശുവിനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, ആ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ആ വചനം നിർവ്യാജമായ വിശ്വാസത്തോടെ കൈക്കൊണ്ടതനുസരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വചനം പരിശുദ്ധാത്മാവ് തരുന്നതായിരിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രസംഗം കേട്ടാലൊന്നും വചനമാകുകയില്ല. അതിലൊന്നും ദൈവത്തിൻ്റെ സ്നേഹമോ ആത്മാവോ ഉണ്ടെന്ന് അനുഭവിക്കാൻ പോലും സാധ്യമല്ല. തത്വങ്ങളോ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ തിയോളജിയോ കേട്ടതൊന്നും ഒരിക്കലും നമുക്ക് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ പ്രസംഗജാതിരി ഒന്നും വേണ്ട നമുക്ക്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ യേശു, സ്നേഹവാനായ യേശു, എനിക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശു, എന്നെ കണ്ടുകൊണ്ടാണ് അവൻ ക്രൂശിൽ കിടന്നത്. സ്തോത്രം. എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. എൻ്റെ പാപങ്ങളാണ് അവൻ വഹിച്ചത്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് അവൻ വരുത്തിയത്. അവൻ ക്രൂശിൽ മരിച്ചതുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സകല കഴിഞ്ഞകാല പാപങ്ങളും അവൻ എനിക്ക് മോചിച്ചു തന്നു ആ രക്തത്താൽ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപങ്ങളും കഴുകിത്തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിപ്പാൻ ദൈവം എൻ്റെ കണ്ണ് തുറന്നു തന്നു, എൻ്റെ ഹൃദയം തുറന്നു തന്നു. നിങ്ങൾ പൂർണ്ണമായി ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ സജീവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം, സ്നേഹിക്കുന്ന സാന്നിധ്യം, കണ്ണുനീരൊപ്പുന്ന അവൻ്റെ ആ സ്നേഹസ്പർശം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അനുഭവിക്കണം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾ തനിയെ ഇരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഇരുന്ന് ആ കാൽവരി ക്രൂസിലേക്ക് നോക്കി, ക്രൂസിൽ എനിക്ക് വേണ്ടി പടഞ്ഞു മരിക്കുന്ന സ്നേഹത്തെ കണ്ടുകൊണ്ട്, ആ രക്തം ഒഴുകി വരുന്നത് കണ്ടുകൊണ്ട്, ആ തൃപ്പാദത്തിലിരുന്ന് ഏങ്ങലടിച്ച് കരയുമ്പോൾ എൻ്റെ കണ്ണുനീർ ആ തൃപ്പാദത്തിൽ വീഴുന്നത്, എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്ന്, കർത്താവേ, ഞാൻ വീണ്ടും പാപം ചെയ്തു പോയല്ലോ. തിരുവചനം കേട്ട് ഞാൻ വിശ്വസിച്ചു, ഞാൻ എൻ്റെ ജീവിതം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതാണ്. എൻ്റെ നാഥനെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതാണ്. പക്ഷേ കർത്താവേ, ആ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം നീ കൃപയാൽ എനിക്ക് തന്നു. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ഒന്നും ചോദിക്കാതെ എനിക്ക് സൗജന്യമായി ക്ഷമിച്ചു തന്നു. പക്ഷേ ആ സ്നേഹത്തിൻ്റെ ആ ആഴം ഞാൻ അനുഭവിച്ചിട്ടും വീണ്ടും പാപം ചെയ്തു പോയല്ലോ. ചിന്തയിൽ പാപം വന്നുപോയല്ലോ, മനോരാജ്യത്തിൽ പാപം വന്നുപോയല്ലോ, മോഹത്തിൽ പാപം വന്നുപോയല്ലോ, സംസാരത്തിൽ പാപം വന്നല്ലോ കർത്താവേ, പ്രവൃത്തിയിലോ വന്നു പോയല്ലോ. എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ എന്തുമാത്രം കരഞ്ഞാലും ആ പാപം തീരുകയില്ലല്ലോ കർത്താവേ. ഞാനിപ്പോൾ നിൻ്റെ തിരുസന്നിധിയിൽ നെടുമ്പാട് വീടുകൊണ്ട് എൻ്റെ പാപം മുഴുവൻ ഞാൻ തിരുസന്നിധിയിൽ ഏറ്റു പറയുകയാണ്. നാഥാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി. നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ നാഥാ, എൻ്റെ എല്ലാ പാപവും കഴുകിത്തരണമേ. ഞാനൊരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിച്ചുകൊള്ളാം. ഇനിമേൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും കർത്താവേ. ഞാൻ എന്നും നിൻ്റെ അടിമയായിരിക്കും കർത്താവേ. ഞാൻ നിൻ്റെ ഒരു അടിമയായി ഞാൻ ജീവിച്ചുകൊള്ളാം. നാഥാ, എന്നോട് മനസ്സലിയണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ കർത്താവേ. മനസ്സലിഞ്ഞ് എൻ്റെ മേൽ ആ തിരക്ത ഒരു തുള്ളി വീഴിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ദൈവമക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ദൈവസന്നിധിയിൽ ഞാനും എൻ്റെ യേശുവും തന്നെ ഇരിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കാണാം പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ഒഴുകി വരുന്നത്, ആ സ്നേഹത്താൽ നാം ജ്വലിക്കുന്നത്, ആള് മാറുന്നത്, പാപം വരാത്ത അവസ്ഥ വരുന്നത്, അനാവശ്യമായ ചിന്തകളോ പ്രവൃത്തികളോ വാക്കുകളോ വരാതിരിക്കുന്നത് അനുഭവിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. കാരണം ആ പരിശുദ്ധ തിരുരക്തം നമ്മെ വലയം ചെയ്ത് സ്വർഗത്തിലെ തീയാകുന്ന പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വസിക്കുകയാണ്. എൻ്റെ ആളത്വം മുഴുവൻ കത്തിച്ച് കളയുകയാണ്. പഴയ ആളത്വം മുഴുവൻ കത്തി പോവുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇത്
നാം അനുഭവിക്കുമ്പോഴാണ് ദൈവസ്നേഹം അനുഭവിക്കുക എന്ന് പറയുന്നത്. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം, സ്നേഹം തന്നെ. ആർഡൻറ്റ് ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 1 തീമോത്തിയോസ് 1:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം തകർന്നു പോയാൽ, വിശ്വാസത്തിൽ നാം ക്ഷീണിച്ച് നാം വീണു പോയാൽ അത് വലിയൊരു കെടുതിയാണ്. ഒരു പാപം വന്നാൽ നമുക്കത് ദൈവസന്നിധിയിൽ കരഞ്ഞ് നമുക്ക് കർത്താവുമായി നിരപ്പാകാൻ പറ്റും. പക്ഷെ അവിശ്വാസം വന്നാലോ, വിശ്വാസക്കപ്പൽ തകരുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ലക്ഷ്യം പോലും അങ്ങ് തെറ്റുകയാണ്. 1912 ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ കാര്യം നാം വായിച്ചിട്ടുണ്ട്. ഒരു ചരിത്രമാണത്. എന്താണ് കാരണം? മുന്നറിയിപ്പുകളെ അവഗണിച്ചു. ഐസ്ബർഗ് അഹഡ്, ടേക്ക് ഡീവിയേഷൻ. കപ്പൽ ആ വലിയ മഞ്ഞുമലയിൽ ഇടിച്ച് തകരാൻ പോവുകയാണെന്ന് മുന്നറിയിപ്പ് കിട്ടിയതാണ്. പക്ഷേ അഹങ്കാരം കൊണ്ട് ആ ക്യാപ്റ്റനും അതിൽ യാത്ര ചെയ്യുന്നവരും അത് അവഗണിച്ചു. എന്തുണ്ടായി? പ്രിയപ്പെട്ടവരെ, വീണ്ടും നിമിഷങ്ങൾക്കകം കപ്പൽ ചെന്ന് ഇടിച്ചു, തകർന്ന് തരിപ്പണമായി. വിശ്വാസക്കപ്പൽ തകരുന്നത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് തടസ്സമാണ്. ലക്ഷ്യസ്ഥാനത്തെത്താൻ തടസ്സമാണ്. എന്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസന്നിധിയാണ്. അത് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധമായ നിരയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ദൈവമേ, ആ ലക്ഷ്യം എത്തുന്നതിന് തടസ്സമായി വരുന്ന ഒന്നാണ് വിശ്വാസക്കപ്പൽ തകരുക എന്ന് പറയുന്നത്. വിശ്വാസം നഷ്ടപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഉണ്ടെന്നാണ് പറയുന്നത്. 2 പേരെ കുറിച്ചുകൂടെ പറയുന്നുണ്ടല്ലോ, ഹുമനിയോസും അലക്സന്തരും. അവർ ദൂഷണം പറഞ്ഞു, മറ്റുള്ളവരോട് ദൂഷണം പറഞ്ഞു, ദൈവവചനത്തെ ദൂഷിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ദുഷിച്ചു പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ നാമത്തിൽ മരിക്കാനും നടന്നത് അപ്പോസ്തലൻ്റെ വേലയെ അവർ തൃണവൽഗണിച്ചു. അതിന് മാനം കൊടുത്തില്ല, അതിനെ അനുസരിച്ചില്ല. മാത്രമല്ല, അവർ ദൂഷണം പറഞ്ഞു മറ്റുള്ളവരോട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഐ ഹാഡ് ടു പണിഷ് ദം. എനിക്ക് അവരെ ശിക്ഷിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു സൈറ്റൻ ടു പണിഷ് ദം. സാത്താനെ ഏൽപ്പിച്ചു. സാത്താനെ ഏൽപ്പിക്കേണ്ടി വന്നു. ഞാൻ നിസ്സഹായനായിപ്പോയി. കാരണം വിശ്വാസം എന്നത് അവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് വന്നതാണ്. പക്ഷെ അവർ വ്യതിചലിച്ചു പോയി. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. യേശു ക്രിസ്തുവിൽ നിന്നും, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും, സത്യവചനത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് വലിയ കെടുതിയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, പ്രിയപ്പെട്ടവർ, ആ രംഗത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും വചനത്തെ തള്ളി പറഞ്ഞുവോ? ആരെങ്കിലും യേശുവിനെ അവിശ്വസിച്ചുവോ? നിങ്ങൾ ഏറ്റവും ഭയപ്പെടണം. വിശ്വാസക്കപ്പൽ തകർന്നു പോകുന്ന രംഗമാണ്. സ്വർഗം നഷ്ടപ്പെടുന്ന രംഗമാണ്. അവരെ പിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഹിതകരമായ സസ്യാദികളെ മുളപ്പിക്കുന്ന ഒരു വൃക്ഷമായി നിങ്ങൾ വളരണം. ദൈവത്തിന് സ്തോത്രം. ഇബ്രായലേഖനം 4:10-26, 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് വായിച്ച് ധ്യാനിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവത്തിൻ്റെ സത്യവചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ യേശുക്രിസ്തുവിന് രോഗബാധം വരുത്തുന്നവരും പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നവരുമാണെന്നുള്ളത് നാം കണ്ടു കഴിഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെയാണ് ദുഷിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക. നല്ലൊരു വൃക്ഷമായിരുന്നു. ആറ്റുനോറ്റ് വളർത്തിയ വൃക്ഷം, ദൈവം നോട്ട് വളർത്തിയ വൃക്ഷം, യേശുക്രിസ്തുവിൻ്റെ ഫലപ്രദമായ മുന്തിരിത്തോട്ടത്തിലെ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരുന്നു. പക്ഷേ ആകാത്ത ഫലം കായ്ച്ചു. കയ്പുള്ള വേര് മുളച്ചു. കയ്പുള്ള ഫലം പുറപ്പെടുവിച്ചു. എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? പിന്നെ ചുട്ടുകളയത്രേ അതിൻ്റെ അന്തം എന്ന് നാം വായിച്ചു. ചുട്ടുകളയത്രേ അതിൻ്റെ അന്തം. വലിയൊരു ന്യായവിധി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവവചനത്തെ നിങ്ങൾ മാനിച്ചു കൊള്ളണം.
നിങ്ങൾ ചാകാത്ത പുഴുവും കെടാത്ത തീയിൽ നിന്നുള്ള അഗ്നി നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വചനത്തെ സ്വീകരിക്കുക, വചനത്തെ സ്നേഹിക്കുക, വചനത്തെ മാനിക്കുക. ഏത് നിസ്സാരനാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ വചനത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മാനിക്കുക. കർത്താവിൻ്റെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ ഈ സത്യവേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ വള്ളി പുള്ളി മാറാതെ, ഒട്ടും ചോദ്യം ചെയ്യാതെ, സ്വന്തം ബുദ്ധിയിൽ വിശകലനം ചെയ്യാതെ ഇതിനെ അക്ഷരം പ്രതി അങ്ങ് അനുസരിച്ചു കൊള്ളുക, വിശ്വസിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അവർ ദൂഷണം പറഞ്ഞവരായിരുന്നു. അതുകൊണ്ട് അവരെ സാത്താനെ ഏൽപ്പിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗിവ് ദം ഓവർ ടു Satan ടു പണിഷ് ദം until they could learn not to bring shame to our Lord Jesus Christ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ലജ്ജ വരുത്താതിരിക്കേണ്ടതിന്, യേശുക്രിസ്തുവിന് അപമാനം വരുത്താതിരിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. കാരണം ദൈവവചനത്തെ ദുഷിക്കുകയും വചനത്തെ തള്ളിപ്പറയുകയും അതിന് വില കൊടുക്കാതെ മാറിപ്പോവുകയും എല്ലാം ചെയ്യുന്നത് കർത്താവിൻ്റെ മുഖത്ത് കരിവാരി തേക്കുന്നതിന് തുല്യമാണ്. കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്നതിന് തുല്യമാണ്. കർത്താവിനെ ലജ്ജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരെ വലിയൊരു ശിക്ഷാവിധിയാണ് പിന്നെ ഉള്ളൂ. പിശാചിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൈവിടുകയാണ്. ദൈവമേ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ താങ്ങി തലോടി നമ്മെ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മെ അക്കരെ ദേശത്ത് എത്തിക്കാനാണ്. പരിശുദ്ധാത്മാവിനെ അവിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് കൈവിടുന്ന അവസ്ഥ വരും. അത് ഭയാനകമാണ്. അത് നമ്മുടെ ആരെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിർവ്യാജമായ വിശ്വാസമില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ലക്ഷ്യം തെറ്റും, സ്വർഗരാജ്യത്തിലെത്തുകയില്ല. അത് പാതി വഴിയിൽ മുങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ആരെയും ജീവിതം അതിനെ ആകാനുള്ളതല്ലല്ലോ. അതിനല്ലല്ലോ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ വിളിച്ച് വേർതിരിച്ച് ജീവൻ്റെ വചനം തന്ന് നമ്മെ ജീവൻ പ്രാപിച്ച് ഒരുക്കി പാപം ക്ഷമിച്ചു തന്ന് തിരുരക്തത്താൽ കഴുകി തിരുരക്തത്തിനെ മുദ്ര അണിയിച്ച് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് ഒരുക്കിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വചനം കേട്ട് സമാധാനത്തോടെ നമ്മെ ഈ ലോകത്തിൽ ജീവിക്കുവാനാക്കിയത് പ്രിയപ്പെട്ടവരെ, അതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അത് നിറവേറ്റുവാൻ ദൈവം അധ്വാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന ഈ ഓരോ വചനവും പരിശുദ്ധാത്മാവിൻ്റെ വചനം കൈക്കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കണം. ഓരോ ദിവസവും പുതിയ പുതിയ സമർപ്പണങ്ങൾ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിന്നാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഫാസ്റ്റായിട്ട് മുന്നോട്ട് വെച്ച് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് എത്താം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ കപ്പൽ തകർന്നു പോകാനുള്ള കാരണം നാം ചിന്തിച്ചതാണ്. അവർ വചനം അനുസരിച്ചില്ല. രണ്ടാമത്തെ കാര്യം, പാപം വിടാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. പാപം വിടാൻ മനസ്സില്ലാത്തൊരു കൂട്ടം വന്ന് ആ ദേശത്ത് ഉണർന്നു വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ സത്യം വിട്ട് തെറ്റി. അവർ ചില വേണ്ടാത്ത പ്രസംഗങ്ങൾ, വേണ്ടാത്തതായ ദുരുപദേശങ്ങളും കലർത്തി ജനത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു. ഇതെല്ലാം നാം കണ്ടു കഴിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ സത്യവചനം അത് കോട്ടിമാറ്റി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുത്തു. അതെല്ലാം ദൈവം ദുഃഖിക്കുന്ന വലിയ പാപമായിരുന്നു, അവിശ്വാസമായിരുന്നു അതിൻ്റെ കാരണം. ദൈവത്തിന് സ്തോത്രം. തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനം വായിക്കാം. അതിൻ്റെ 4-ാം അധ്യായം 2 തീമോത്തിയോസ് 4-3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിനെ ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നിർവ്യാജ വിശ്വാസത്തോടെ ആ ഫലം എന്താണെന്ന് അപ്പോസ്തലൻ സ്വന്തം ജീവിതം ഇവിടെ സാക്ഷിക്കുകയാണ് പൗലോസ്ലീഹ. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഈ പത്യോപദേശം വിട്ട് തെറ്റിപ്പോയൊരു കൂട്ടരെക്കുറിച്ചാണ് ആദ്യം വായിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ പഥ്യോപദേശം, നല്ല ഉപദേശം,
ദൈവത്തിൻ്റെ വചനം അത് പൊറുക്കാതെ, അതായത് പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന ഒരു കാലം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അതൊരു വലിയൊരു കെടുതിയാണത്. ദൈവത്തിന് സ്തോത്രം. ഒരു വിഭാഗം ദൈവത്തിൻ്റെ വചനം അതിനെ കോട്ടിമാറ്റി കളയുകയാണ്. എന്താണ് ചെയ്തത്? അവർക്ക് പഥ്യോപദേശം അവർക്ക് ഇഷ്ടമല്ല, സത്യം തുറന്നു പറയുന്നത് ഇഷ്ടമല്ല, പാപം ചൂണ്ടിക്കാണിക്കുന്നത് ഇഷ്ടമല്ല, തർജ്ജനം ചെയ്യുന്നത് ഇഷ്ടമല്ല, ശാസിക്കുന്നത് ഇഷ്ടമല്ല. പരിശുദ്ധാത്മാവിൽ ഇതെല്ലാം ചെയ്ത് അതിനുള്ള അധികാരമുള്ള ദൈവദാസന്മാർ ദൈവത്തിന് സ്തോത്രം അത് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അപ്പോസ്തലൻ പറയുകയാണ്, എഫെസ്യ സഭയുടെ ബിഷപ്പായിരിക്കുന്ന തീമോഥെയോസിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? അതുകൊണ്ട് അവരെ നീ തർജ്ജനം ചെയ്യണം, ശാസിക്കണം, ദീർഘക്ഷമയോടെ ഉപദേശിക്കണം, എന്നിട്ട് പ്രബോധനം കൊടുക്കണം. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ ദർ ഈസ് ഗോയിങ് ടു കം എ ടൈം, ഒരു സമയം വരാൻ പോകുന്നു. എന്താണ് ആ സമയം? ഏതാണ്? വെൻ പീപ്പിൾ വോണ്ട് ലിസൺ ടു ദ ട്രൂത്ത്. സത്യം കേൾക്കാതെ, സത്യത്തിന് ചെവി കൊടുക്കാതെ ജനം തിരിയുന്ന ഒരു കാലം വരുന്നു. ബട്ട് വിൽ ഗോ അറൗണ്ട് ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ്. മറ്റു തരത്തിലുള്ള ഉപദേഷ്ടാക്കന്മാരെ, മറ്റു തരത്തിലുള്ള പ്രബോധകന്മാരെ, മറ്റു തരത്തിലുള്ള ഉപദേശകന്മാരെ, പ്രിയപ്പെട്ടവരെ, അവരെ തേടി നടക്കുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. അവർക്ക് സത്യോപദേശം കൊടുത്ത അപ്പോസ്തലനെ തള്ളിക്കളഞ്ഞിട്ട് വേറെ ഉപദേശത്തിന് വേണ്ടി പരതി നടക്കുന്നു. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയാണെന്നാണ് പറയുന്നത്. ദേ വിൽ ഗോ അറൗണ്ട് ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ്. മറ്റുള്ളവരെ അനേകരെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്, മനുഷ്യരെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്, കഴിവുള്ള മനുഷ്യരെ നോക്കി നടക്കുകയാണ്, നല്ല നല്ല പ്രസംഗ ചാതുര്യമുള്ളവരെ നോക്കി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വിൽ ടെൽ ദം. അവരെന്താണ് പ്രസംഗിക്കുന്നത്? ഹു വിൽ ടെൽ ദം ജസ്റ്റ് വാട്ട് ദേ വാണ്ട് ടു ഹിയർ. അവർക്ക് കേൾക്കാൻ കർണരസം എന്ന് പറഞ്ഞാൽ ചെവിക്ക് നമ്മളെ ഇമ്പമായിട്ടുള്ളത് കേൾക്കണം, നല്ല കെട്ടുകഥകൾ കേൾക്കണം, നല്ല ഉപമകൾ കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർണരസമാകുമാറ് അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കേൾക്കാൻ വേണ്ടി അത് പറയുന്നവരെ തേടി നടക്കുന്നതായൊരു കാലം വരുമെന്ന്. ദൈവമേ, ഈ കാലത്ത് ഈ കാര്യങ്ങൾ നടക്കുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ഭയത്തോടെ നിന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പീപ്പിൾ വോണ്ട് ലിസൺ ടു ട്രൂത്ത് ബട്ട് വിൽ ഗോ അറൗണ്ട് ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ഹു വിൽ ടെൽ ദം ജസ്റ്റ് വാട്ട് ദേ വാണ്ട് ടു ഹിയർ. ഒരു സുവിശേഷകൻ ഒരിക്കലും ആ ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കില്ല പറയുന്നത്. അത് ആ സുവിശേഷകൻ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഭരമേൽപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് പലപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങളുടെ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ മുമ്പിലേക്ക് ജനത്തെ സന്തോഷിപ്പിക്കാൻ ആയിരിക്കില്ല പ്രസംഗം. പ്രസംഗം എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് അത് ദൈവം ഭരമേൽപ്പിക്കുന്നതാണ്. ദൈവം ഭരമേൽപ്പിക്കുന്നത് അത് അപ്രിയമായ സത്യങ്ങളാണെങ്കിലും ജനം കേൾക്കണം. പരിശുദ്ധാത്മാവിൽ അത് ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ദേ വോണ്ട് ലിസൺ ടു വാട്ട് ദ ബൈബിൾ സേസ്. വിശുദ്ധ വേദപുസ്തകം ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേ ആത്മാവിൽ വ്യാഖ്യാനിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുന്നില്ല. ദേ വോണ്ട് ലിസൺ ടു വാട്ട് ദ ബൈബിൾ സേസ് ബട്ട് വിൽ ബ്ലിത്ത്ലി ഫോളോ ദെയർ ഓൺ മിസ്ഗൈഡഡ് ഐഡിയാസ്. അവരുടെ തന്നെ മിസ്ഗൈഡഡ് ഐഡിയാസ്, അതായത് സത്യവചനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴിവിട്ട് മാറിയുള്ള വചനങ്ങൾ കേൾപ്പിക്കുവാനായിട്ട് ചിലർ ഉദ്യമിക്കുകയും അത് കേൾക്കുകയും ചെയ്യുവാൻ അത് ആ മിസ്ഗൈഡഡ് ഐഡിയാസിൻ്റെ പുറകെ അവർ അന്ധമായി ദേ ഫോളോ ദം ബ്ലൈറ്റ്ലി അന്ധമായിട്ട് അവരുടെ പിറകെ പോകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം സംബന്ധിച്ച് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറെ വേദനയോടെ നമ്മോട് ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. സത്യവചനത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ദാഹമായി മാറണം. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. വചനം കേൾപ്പാൻ അധ്വാനിക്കണം, കേൾപ്പിക്കാൻ അധ്വാനിക്കണം, അനേകരെ കൂട്ടിവരുത്തി വചനം കേൾപ്പിക്കണം. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ക്രിസ്തുവിനെയാണ് വചനത്തിൽ കൂടെ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ യേശു ദാഹത്തോടെ ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് യേശു കടന്നു വരികയാണ്. അവൻ്റെ
ആണിപ്പാടുള്ള കരങ്ങളുമായി വരികയാണ്. മോനെ, എനിക്കൊരു ദാഹമുണ്ട്. എൻ്റെ ഈ ജീവൻ്റെ വചനം നീ കേൾക്കുകയും നീ ഉൾക്കൊള്ളുകയും അനേകർക്ക് കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ക്രൂസിലെ വേദന നിങ്ങൾ കാണണം. ക്രൂസിൽ ഞാൻ രക്തം ഒഴുക്കിയ വേദന നീ കാണണം. മോനെ, ആ രക്തം നിന്നെ കഴുകുന്നതാണ്. ആ രക്തം അനേകർക്ക് അത് അനുഭവവേദ്യമായി കഴുകൽ പ്രാപിക്കാൻ വേണ്ടി നിൻ്റെ നാവിൽ കൂടെ അത് ഒഴുകട്ടെ. അനേകരെ തേടി നടന്ന് ദൈവവചനം കൊടുക്കുക, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക, അതിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക. അത് നിനക്ക് പ്രതിഫലം ഞാൻ തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം. നമ്മുടെ തലകളെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. കർത്താവേ, ഇപ്പോൾ ആണിപ്പാടുള്ള ആ പൊന്നുകരം ഞങ്ങളുടെ ശിരസിലൊന്ന് വെക്കണമേ. ഈ വചനം കേട്ട ഓരോ മക്കളുടെ മേലും കർത്താവേ, ആ തിരുരക്തം പുരണ്ട കരം ഒന്ന് വെക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വചനം പരമേൽപ്പിക്കണമേ, ആത്മാവിനെ ഞങ്ങൾക്ക് പകരണമേ, ജീവൻ്റെ ആത്മാവിനെ ഊതിത്തരണമേ, നിൻ്റെ വേല ചെയ്യാനുള്ള ശക്തി തരണമേ, അമിതബലം ധരിപ്പിക്കണമേ. യേശുവേ, ഹൃദയത്തിൽ വന്ന് വിരാടണമേ. നിന്റെ സ്നേഹത്തിൻ്റെ തീജ്വാല ഏറ്റുവാങ്ങിക്കൊണ്ട് അനേകർക്ക് യേശുവിനെ കൊടുക്കുവാൻ ഇതാ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കാം നീ പറഞ്ഞല്ലോ. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, ആത്മാവിനെ പകരണമേ. യേശു നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ.